എല്ലാവരും റിപ്പോർട്ടറുടെ സ്ട്രേറ്റ് വാക്കിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എന്താണ് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് എന്നതിനെക്കുറിച്ചാണ്. ഇത് ഇലക്ഷനെ പറ്റി അറിയില്ലാത്തവർക്കായിട്ടാണ്. കേരളത്തിലെ വലിയ നഗരങ്ങൾ സിറ്റി കോർപ്പറേഷനായി പരിഗണിക്കുന്നു. ഈ പ്രദേശങ്ങളിൽ ജനങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ഒരു പ്രാദേശിക ഭരണ സംവിധാനമുണ്ട്. അതാണ് സിറ്റി കോർപ്പറേഷൻ. ഈ കോർപ്പറേഷനിൽ ജനങ്ങൾ തങ്ങളുടെ പ്രദേശത്തെ കൗൺസിലർമാരെ തിരഞ്ഞെടുക്കുന്നു. ഇത് തന്നെയാണ് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ്. കേരളത്തിൽ ഇപ്പോൾ 6 കോർപ്പറേഷനുകളുണ്ട്: തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കൊല്ലം, തൃശ്ശൂർ, കണ്ണൂർ. എന്തിനാണ് ഈ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്? കോർപ്പറേഷൻ തിരഞ്ഞെടുക്കപ്പെടുന്നത് നഗരത്തിന്റെ വികസനം ഉറപ്പാക്കാനാണ്. അവരുടെ പ്രധാന ചുമതലകൾ: റോഡുകൾ നിർമ്മിക്കുക, പരിപാലിക്കുക, കുടിവെള്ള വിതരണം, മാലിന്യ നിർമ്മാർജ്ജന സംവിധാനം, തെരുവ് ലൈറ്റുകൾ, പാർക്കുകൾ, മാർക്കറ്റുകൾ, നഗര സൗകര്യങ്ങൾ, ആശുപത്രി, പൊതു ആരോഗ്യ സേവനങ്ങൾ. ആരാണ് മത്സരിക്കുന്നത്? തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും. തിരഞ്ഞെടുപ്പ് സംവിധാനം എങ്ങനെ? കോർപ്പറേഷൻ പ്രദേശം വാർഡ് എന്ന പേരിൽ വിഭജിക്കപ്പെടുന്നു. ഓരോ വാർഡിൽ നിന്നും ഒരാൾ മാത്രം കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെടും. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ജയിച്ചാൽ എന്ത് സംഭവിക്കും? വാർഡുകളിൽ ജയിച്ച കൗൺസിലർമാരിൽ നിന്നാണ് മേയർ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ജയിച്ച കൗൺസിലർമാർ ചേർന്നാണ് കോർപ്പറേഷൻ കൗൺസിൽ രൂപപ്പെടുന്നത്. കോർപ്പറേഷൻ അംഗങ്ങളുടെ കാലാവധി 5 വർഷം. 18 വയസ്സ് കഴിഞ്ഞ് വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ ആർക്കും വോട്ട് ചെയ്യാം. ക്യാമറ റോൾ അവസാനിക്കുന്നു. ഇത് റിപ്പോർട്ടർ റസിൻ സൈനിങ് ഔട്ട്.